ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമാണ് ക്രൂഡ് ഓയിൽ അഥവാ അസംസ്കൃത എണ്ണ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ തൊട്ടടുത്ത നിമിഷം പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര എണ്ണവിലയിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. നമ്മുടെ ആഭ്യന്തര ആവശ്യത്തിനുള്ള എണ്ണയുടെ ഏകദേശം 75 മുതൽ 90% വരെയും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ മാർഗമാണ് എത്തിക്കുന്നത്. സമീപകാലത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനികവും നയതന്ത്രവുമായ യുദ്ധം കടുത്തതോടെ ആഗോള എണ്ണ വിതരണ ശൃംഖല പൂർണ്ണമായും തകിടം മറിയുന്ന അവസ്ഥയിലെത്തി. അമേരിക്കയുടെ വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ പ്രഖ്യാപനവും ഇന്ത്യയിൽ അടക്കം വരുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യം ഒരു വലിയ ഇന്ധനക്ഷാമത്തിലേക്കോ വിലക്കയറ്റത്തിലേക്കോ പോകാതിരിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മനസ്സിലാക്കാൻ ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരവും സാമ്പത്തികവുമായ പ്രാധാന്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഒമാനും ഇറാനും ഇടയിലുള്ള പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഉൾക്കടലുമായും അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു കടൽപാതയാണിത്. ലോകത്ത് പ്രതിദിനം കടന്നു പോകുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 ഈ കടലിടുക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ തുടങ്ങിയ പ്രമുഖ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഈ പാതയല്ലാതെ മറ്റ് എളുപ്പവഴികളില്ല. ഇന്ത്യ അതിന്റെ ഭൂരിഭാഗം എണ്ണയും ഇറക്കുമതി ചെയ്യുന്നത് ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കണമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായിരിക്കണം. ഇറാൻ ഈ പാത അടയ്ക്കുകയോ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയോ ചെയ്യുമ്പോൾ വിതരണം തടസ്സപ്പെടുകയും അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് വലിയ ചോർച്ചയുണ്ടാക്കുകയും ചെയ്യും. ആഭ്യന്തര വിപണിയിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചാൽ അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. ഈ ഒരു ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. പെട്രോളിൽ ഉയർന്ന അളവിൽ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചരിത്രപരമായി നികുതിയിളവാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബുധനാഴ്ച പുറത്തിറങ്ങിയ ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം പെട്രോളിന് 22% മുതൽ 30% വരെ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങൾക്ക് മേലുള്ള നികുതികൾ പൂർണ്ണമായും ഒഴിവാക്കി. വിപണിയിൽ ഈ ഇന്ധനങ്ങളെ യഥാക്രമം E22, E25, E27, E30 എന്നീ പേരുകളാണ് അറിയപ്പെടുന്നത്. ഇവയ്ക്ക് മേൽ ഈടാക്കിയിരുന്ന 3 പ്രധാന നികുതി ഘടകങ്ങളാണ് സർക്കാർ എടുത്തുമാറ്റിയത്. കേന്ദ്ര സർക്കാർ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തുന്ന അടിസ്ഥാന നികുതിയാണിത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കിയതോടെ ഇന്ധനത്തിന്റെ അടിസ്ഥാന വിലയിൽ വലിയ കുറവുണ്ടായി. രാജ്യത്തെ റോഡുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിനായി ഇന്ധനങ്ങൾക്ക് മേൽ ഈടാക്കുന്ന പ്രത്യേക സെസ്സാണിത്. ഈ തുകയും ഇനി മുതൽ ഉയർന്ന എഥനോൾ ഇന്ധനങ്ങൾക്ക് നൽകേണ്ടതില്ല. കാർഷിക മേഖലയുടെ വികസനത്തിനായി ഈടാക്കുന്ന ഈ സെസ്സും സർക്കാർ പൂർണ്ണമായി നീക്കം ചെയ്തു. ഈ 3 നികുതികളും കൂട്ടത്തോടെ ഒഴിവാക്കപ്പെട്ടതോടെ സാധാരണ പെട്രോളിനെ അപേക്ഷിച്ച് ഉയർന്ന അളവിൽ എഥനോൾ അടങ്ങിയ പെട്രോളിന് പമ്പുകളിൽ വലിയ രീതിയിൽ വില കുറയും. ഇത് സാധാരണക്കാരായ വാഹന ഉപഭോക്താക്കളെ ഇന്ധനത്തിലേക്ക് മാറാൻ പ്രേരിപ്പിക്കും. എഥനോൾ എന്നത് അടിസ്ഥാനപരമായി ഒരു തരം ആൽക്കഹോൾ ആണ്. കരിമ്പ് ജ്യൂസ്, മൊളാസസ്, കേടായ ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെയാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിയം ഇന്ധനങ്ങളുമായി എളുപ്പത്തിൽ കലരുന്ന ഒരു രാസഘടനയാണ് എഥനോളിനുള്ളത്. പെട്രോളിൽ ശുദ്ധമായ എഥനോൾ നിശ്ചിത ശതമാനത്തിൽ കലർത്തുന്ന പ്രക്രിയയ്ക്കാണ് എഥനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത്. E10 10% എഥനോളും 90% പെട്രോളും അടങ്ങിയ മിശ്രിതം. E20 20% എഥനോളും 80% പെട്രോളും തുടങ്ങിയ മിശ്രിതം. E30 30% എഥനോളും 70% പെട്രോളും അടങ്ങിയ മിശ്രിതം. E85 85% വരെ എഥനോൾ അടങ്ങിയ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഇന്ധനം. പെട്രോളിൽ എഥനോൾ കലർത്തുമ്പോൾ ഇന്ധനത്തിന്റെ ഒക്ടേൻ റേറ്റിംഗ് വർദ്ധിക്കുകയും അത് എഞ്ചിനിലെ ഇന്ധന ജ്വലനം കൂടുതൽ സുഗമമാക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഇന്ധന നയം രാജ്യത്തിന് കേവലം ഒരു താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ സാമ്പത്തിക പരിസ്ഥിതി വിപ്ലവത്തിന് വഴി തുറക്കുന്ന ഒന്നാണ്. ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ ഇവയാണ്. ഇന്ത്യ തങ്ങളുടെ വിദേശ നാണ്യത്തിന്റെ വലിയൊരു പങ്ക് ചെലവഴിക്കുന്നത് അസംസ്കൃത എണ്ണ വാങ്ങാനാണ്. പെട്രോളിൽ 30% എഥനോൾ കലർത്താൻ സാധിച്ചാൽ നമ്മുടെ എണ്ണ ഇറക്കുമതിയിൽ 30% കുറവ് വരുത്താൻ സാധിക്കും. ഇതുവഴി പ്രതിപക്ഷം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യം രാജ്യത്തിന് ലഭിക്കാൻ കഴിയും. ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോൾ ഇന്ത്യൻ പണം വിദേശ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. എന്നാൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യൻ കർഷകരുടെ കരിമ്പിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നുമാണ്. അതിനാൽ എഥനോളിന്റെ ആവശ്യം കൂടുമ്പോൾ അതിന്റെ സാമ്പത്തിക ലാഭം നേരിട്ട് ലഭിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകർക്കാണ്. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. എഥനോൾ എന്നത് ഒരു ജൈവ ഇന്ധനമാണ്. പെട്രോളിനെ അപേക്ഷിച്ച് എഥനോൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുടെ അളവ് വളരെ കുറവാണ്. ആഗോളതാപനവും വായുമലിനീകരണവും നേരിടുന്ന ഇന്ത്യയിലെ വൻ നഗരങ്ങൾക്ക് ഈ ഹരിത ഇന്ധനം വലിയൊരു അനുഗ്രഹമായിരിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില എത്ര തന്നെ ഉയർന്നാലും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ
എഥനോളിന്റെ വിലയിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. ഇതുവഴി ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയർന്ന് തടയാനും വില എപ്പോഴും നിയന്ത്രണ വിധേയമാക്കാനും സർക്കാരിന് കഴിയും. ഉയർന്ന അളവിൽ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങൾ സാധാരണ എഞ്ചിനുകളിൽ നേരിട്ട് ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയേക്കാം. ഇവിടെയാണ് ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളുടെ പ്രാധാന്യം. ഒരേ എഞ്ചിനിൽ തന്നെ 100% പെട്രോളോ അല്ലെങ്കിൽ എത്ര ശതമാനം എഥനോൾ കലർത്തിയ ഇന്ധനമോ ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഫ്ലെക്സ് ഫ്യൂവൽ. ഇതിലെ സെൻസറുകൾ ഇന്ധനത്തിന്റെ എഥനോളിന്റെ അളവ് സ്വയം തിരിച്ചറിഞ്ഞ് എഞ്ചിന്റെ പ്രവർത്തനത്തെ ക്രമീകരിക്കുന്നു. ഇന്ത്യൻ വാഹന വിപണിയിൽ ഇതിനോടകം തന്നെ പ്രമുഖ കമ്പനികളായ മാരുതി സുസുക്കി, ടൊയോട്ടോ, ടാറ്റ, TVS തുടങ്ങിയവർ ഫ്ലെക്സ് ഫ്യൂവൽ പ്രോട്ടോടൈപ്പുകൾ ഇന്ധനക്ഷമയുള്ള മോഡലുകളും അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിപണിയിൽ ഇതിനോടകം E85 പെട്രോൾ ലഭ്യമാക്കിയിട്ടുമുണ്ട്. പുതിയ നികുതി ഇളവ് പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം പുതിയ വാഹനങ്ങളും E20, E30 ഇന്ധനങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന എഞ്ചിനുകളോട് കൂടിയായിരിക്കും പുറത്തിറങ്ങുക. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം തികച്ചും സ്വാഗതാർഹമാണെങ്കിലും ഇത് പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ ചില വെല്ലുവിളികൾ മറികടക്കേണ്ടതുണ്ട്. രാജ്യത്തെ എല്ലാ പമ്പുകളിലും 30% വരെ എഥനോൾ കലർത്തിയ ഇന്ധനം എത്തിക്കണമെങ്കിൽ വൻതോതിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി കൂടുതൽ ഡിസ്റ്റിലറികളും പ്രോസസിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കേണ്ടി വരും. കരിമ്പിന് പുറമെ ചോളം, അരി തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങൾ വൻതോതിൽ എഥനോൾ നിർമ്മാണത്തിനായി മാറ്റിവെക്കുമ്പോൾ രാജ്യത്തെ ഭക്ഷ്യവിളകളുടെ വിതരണത്തെയും വിലയെയും അത് ബാധിക്കരുതെന്ന മുൻകരുതൽ ആവശ്യമാണ്. നിലവിൽ നിരത്തിലുള്ള ദശലക്ഷക്കണക്കിന് പഴയ വാഹനങ്ങൾക്ക് E20ക്ക് മുകളിലുള്ള ഇന്ധനങ്ങൾ എത്രത്തോളം അനുയോജ്യമാകുമെന്നതും വലിയൊരു ചോദ്യമാണ്. അതിനാൽ പഴയ വാഹനങ്ങൾക്കായി സാധാരണ പെട്രോളിന്റെ വിതരണം തുടരേണ്ടി വരും. പശ്ചിമേഷ്യൻ യുദ്ധം ഉയർത്തുന്ന ഭീഷണിയെ വെറും ഒരു പ്രതിസന്ധിയായി കാണാതെ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്കും ഹരിത ഊർജ്ജത്തിലേക്കും നയിക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാക്കുകയാണ് ഇന്ത്യ ഈ നീക്കത്തിലൂടെ ചെയ്യുന്നത്. എണ്ണയ്ക്കായി വിദേശ രാജ്യങ്ങളെയും തന്ത്രപ്രധാന കടൽപ്പാതകളെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്നും പഴയ ഇന്ത്യയിൽ നിന്നും സ്വന്തം കർഷകരുടെ കാര്യത്തിൽ ഇന്ധന വിപ്ലവം സൃഷ്ടിക്കുന്ന പുതിയ ഇന്ത്യയിലേക്കുള്ള ചുവടുവയ്പ്പാണിത്. നികുതികൾ കൂട്ടത്തോടെ ഒഴിവാക്കി ഇന്ധനവില കുറയ്ക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് സാമ്പത്തിക ആശ്വാസം നൽകാനും അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും മോദി സർക്കാരിന്റെ ഈ എഥനോൾ മാസ്റ്റർ സ്ട്രോക്കിന് സാധിക്കുമെന്നാണ് സാമ്പത്തികവും സാങ്കേതികവുമായ മേഖലകളിൽ വിദഗ്ധർ ഒരേ സ്വരത്തിൽ വിലയിരുത്തുന്നത്.